നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക്. റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യക്ക് മേൽ US ചുമത്തിയ അധിക തീരുവ ഒഴിവാക്കി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ പരമാവധി നികുതി 18%. അമേരിക്കയിൽ നിന്നുമുള്ള ധാന്യങ്ങളും പഴങ്ങളും ഉൾപ്പെടെ നിരവധി ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഇളവ്. 5 വർഷത്തിനുള്ളിൽ $50,000 കോടി ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യും. മലേഷ്യൻ സന്ദർശനത്തിൽ വ്യാപാര കരാർ പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്ത് SIT. 2.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ എല്ലാത്തിനും ഉത്തരം നൽകിയെന്ന് പ്രതികരണം. തിരഞ്ഞെടുപ്പ് നാടകമെന്ന് KC വേണുഗോപാൽ. സ്വർണ്ണക്കൊള്ള തന്ത്രിയുടെ അറിവോടെയെന്ന് SIT വിജിലൻസ് കോടതിയിൽ. ഭരണപ്രതിപക്ഷങ്ങളുടെ ഒത്തുകളിക്കെതിരെ പോരാടുമെന്ന് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ. ആന്റണി MPക്കെതിരെ തിരുവല്ല നെടുമ്പറമ്പിൽ ഫിനാൻസ്. തിരഞ്ഞെടുപ്പ് സമയത്ത് 2 കോടി രൂപ വാങ്ങിയിട്ട് തിരികെ നൽകിയിട്ടില്ലെന്ന് പരാതി. ആന്റോയ്ക്ക് നൽകിയത് നിക്ഷേപകരുടെ പണമാണെന്നും വിവരം EDയെയും ക്രൈംബ്രാഞ്ചിനെയും അറിയിച്ചിരുന്നുവെന്നും ഉടമ NM രാജു. തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പണം വാങ്ങിയിരുന്നുവെന്നും തിരികെ നൽകിയെന്നും ആന്റണി. കണക്കുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുണ്ടെന്നും വിശദീകരണം. ജമാഅത്തെ ഇസ്ലാമിയെ ചൊല്ലി കോൺഗ്രസ് CPM പോര്. ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിക്കുന്ന പ്രതിപക്ഷ നേതാവ് വർഗീയ ശക്തികളുമായി കൂട്ടുചേരുകയാണെന്ന് MV ഗോവിന്ദൻ വർഗീയതയെക്കുറിച്ച് പഠിപ്പിക്കേണ്ട എന്ന് VD സതീശൻ. UDFന്റെ പുതുയുഗ യാത്ര കണ്ണൂരിൽ. LDFന്റെ മധ്യമേഖലാ വികസന മുന്നേറ്റ ജാഥ പത്തനംതിട്ട ജില്ലയിൽ. തിരുവല്ലയിൽ സ്പാ ബലാത്സംഗ കേസിന് പിന്നിൽ കൊട്ടേഷനാണെന്ന പരാതി അന്വേഷിക്കുമെന്ന് പത്തനംതിട്ട SP R ആനന്ദ്. പ്രത്യേക സംഘത്തിന് ചുമതല. നിലവിൽ 6 പേർ പ്രതികൾ. പോലീസും ഗുണ്ടകളും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടെന്ന സ്പാ ഉടമ ഡോക്ടർ സഞ്ജയുടെ പരാതിയും അന്വേഷിക്കും. T20 ലോകകപ്പ് ക്രിക്കറ്റിന് തുടക്കം. ഇന്ത്യയുടെ എതിരാളികൾ അമേരിക്ക. മത്സരം രാത്രി 7 മണി മുതൽ മുംബൈ. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക്. സംയുക്ത പ്രസ്താവന പുറത്തുവിട്ട് ഇരു രാജ്യങ്ങളും. റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യക്ക് മേൽ അമേരിക്ക ചുമത്തിയിരുന്ന അധിക തീരുവ ഒഴിവാക്കി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ പരമാവധി നികുതി 18% കുറച്ചു. അമേരിക്കയിൽ നിന്നുമുള്ള ധാന്യങ്ങളും പഴങ്ങളും ഉൾപ്പെടെ നിരവധി ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഇളവുണ്ട്. 5 വർഷത്തിനുള്ളിൽ $50,000 കോടി ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യും. ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് പുതിയ ചരിത്രം കുറിച്ചുകൊണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. നിലവിൽ ഇന്ത്യൻ കയറ്റുമതികൾക്ക് മേൽ അമേരിക്ക ചുമത്തിയിരിക്കുന്നത് 50% തീരുവയാണ്. ഇതാണ് 18% കുറച്ചിരിക്കുന്നത്. പ്രധാനമായും 2 തരം തീരുവകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് റെസിപ്രോക്കൽ താരിഫ്, 2 റഷ്യൻ ഓയിൽ പെനാൽറ്റി. 50%-ൽ 25% റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെതിരെ അമേരിക്ക ചുമത്തിയ പിഴയാണിത്. കരാറിന്റെ ഭാഗമായി ഈ തീരുവ പൂർണ്ണമായും ഒഴിവാക്കുകയും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ കുറയ്ക്കുമെന്നും പകരമായി അമേരിക്കയിൽ നിന്ന് ഏകദേശം $500 ബില്യൺ ഊർജ്ജം, പ്രതിരോധ ഉപകരണങ്ങൾ, സാങ്കേതികവിദ്യ എന്നിവ വാങ്ങുമെന്നും അമേരിക്ക അവകാശപ്പെടുന്നു. റെസിപ്രോക്കൽ താരിഫാണ് 25%-ൽ നിന്ന് 18% കുറച്ചത്. വസ്ത്രങ്ങൾ, തുകലുൽപ്പന്നങ്ങൾ, പാദരക്ഷകൾ, റബ്ബർ, പ്ലാസ്റ്റിക്, ജൈവവസ്തുക്കൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് ഈ ആനുകൂല്യം ലഭിക്കും. ഇന്ത്യൻ അരി ഇറക്കുമതിക്ക് മുൻഗണന നൽകുമെന്ന് US സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. കരാറിന്റെ ഗുണഫലങ്ങൾ ഇരു രാജ്യങ്ങൾക്കും മാത്രമായി ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ പ്രത്യേക റൂൾസ് ഓഫ് ഒറിജിൻ നടപ്പാക്കും. ഇത് ചൈന പോലുള്ള 3ാം രാജ്യങ്ങൾ കരാർ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ സാധിക്കും. അമേരിക്ക തീരുവ കുറയ്ക്കുന്നതിന് പകരമായി ചില അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യ ഇളവുകൾ നൽകും. അമേരിക്കൻ സോയാബീൻ ഓയിൽ, പഴങ്ങൾ, വൈൻ, ആഡംബര കാറുകൾ തുടങ്ങിയവയുടെ തീരുവ ഇന്ത്യ കുറയ്ക്കും. മെഡിക്കൽ ഉപകരണങ്ങളുടെയും IT ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതിയിലുള്ള തടസ്സങ്ങൾ ഇന്ത്യ ഒഴിവാക്കും. അതേസമയം ഓറഞ്ച്, പ്ലം, മുന്തിരി, നാരങ്ങ, വാഴപ്പഴം എന്നിവയ്ക്ക് ഇന്ത്യ നികുതി ഇളവ് നൽകില്ല. തീരുവ കുറയ്ക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് അമേരിക്കൻ വിപണിയിൽ കൂടുതൽ മത്സരക്ഷമത നൽകുകയും ഇന്ത്യയുടെ വിദേശ നാണയ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾക്ക് തുടക്കമിട്ടത്. നികുതി ഇളവുകൾ പ്രാബല്യത്തിൽ വരാൻ മാർച്ചിൽ ഒപ്പിടുന്ന നിയമപരമായ കരാർ വരെ കാത്തിരിക്കേണ്ടി വരും. ഇന്ത്യൻ നാഷണൽ ഡെസ്ക്, അമൃത TV.
2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേഷ്യയിലെത്തി. കൊലാലംപൂരിലെത്തിയ മോദിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് മോദിയുടെ സന്ദർശനം. ഇന്ത്യ-US വ്യാപാര കരാർ സംബന്ധിച്ച് മോദി പരാമർശം നടത്തി. രാജ്യങ്ങൾ ഇന്ത്യയുമായി വ്യാപാര കരാറിന് തയ്യാറാകുന്നുവെന്നും ഇതിൽ നിന്നും ഇന്ത്യയുടെ പ്രാധാന്യം വ്യക്തമെന്നും മോദി പറഞ്ഞു. ഇന്ത്യയെ ഒരു വലിയ വിപണിയായാണ് നേരത്തെ കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നിക്ഷേപത്തിനും വ്യാപാരത്തിനുമുള്ള ഒരു കേന്ദ്രമാണ് ഇന്ത്യ. വളർച്ചയ്ക്കുള്ള വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ മാറി. UK, UAE, ഓസ്ട്രേലിയ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഇന്ത്യയുമായി വ്യാപാര കരാറുകൾ ഉണ്ടെന്നും മോദി പറഞ്ഞു. Friends, earlier India was seen just as a huge market. Now we are a hub for investment and trade. India is seen a trusted partner for growth. Whether it is the UK, UAE, Australia, New Zealand, Oman, the EU or USA. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ച് പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരത്തെ SIT ഓഫീസിൽ വെച്ചാണ് ചോദ്യം ചെയ്തത്. ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകിയെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് ചോദിച്ചു, അതിനും മറുപടി നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ നൽകിയ മറുപടി തൃപ്തികരമാണോ എന്ന് പറയേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണ സംഘം ചോദിച്ചില്ല എന്ന് പറഞ്ഞ അടൂർ പ്രകാശ് വീണ്ടും വിളിപ്പിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോടെ രോക്ഷാകുലനായി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF കൺവീനറിനെ SIT ചോദ്യം ചെയ്യുന്നതിൽ പ്രതികരണവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. നിയമത്തിന്റെ വഴിക്കെന്ന് നേരത്തെ പറഞ്ഞതാണ്. കേസുമായി ബന്ധപ്പെട്ട് UDF നേതാക്കൾക്ക് ആർക്കും ജയിലിൽ പോകേണ്ടി വരില്ല. ഇപ്പോൾ നടക്കുന്നത് തിരഞ്ഞെടുപ്പ് നാടകമാണെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. അല്ല, തീർച്ചയായിട്ടും ഇതിനകത്തെന്താ സംശയം? അല്ല, ഇനിയിപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളിപ്പോൾ വിളിച്ചപ്പോൾ പോയില്ല അദ്ദേഹം. വിളിച്ച ഉടനെ അദ്ദേഹം പോയി. അന്വേഷിക്കട്ടെ. ഇത് ആകെ മുങ്ങിക്കിടക്കുന്നവർ, സ്വർണ്ണക്കൊള്ളയിൽ ആകെ മുങ്ങിക്കിടക്കുന്നവർ അപ്പോൾ കൈ മുകളിലിട്ടിട്ട് അടിച്ചുകൊണ്ടിരിക്കുമ്പം നിലവിളിക്കില്ലേ? ആ നിലവിളിയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ. അത്രേ ഉള്ളൂ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അടൂർ പ്രകാശ് MPയെ SIT ചോദ്യം ചെയ്തതിന് പിന്നാലെ പ്രതികരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അടൂർ പ്രകാശ് പെരുങ്കള്ളന്മാരെ ഒന്നിലേറെ തവണ കാണുകയും സമ്മാനങ്ങൾ കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ടെന്നും VD സതീശൻ പറയുന്നത് പോലെ ജാമ്യം ലഭിച്ചതുകൊണ്ട് സ്വർണ്ണക്കൊള്ളക്കേസ് അവസാനിക്കാൻ പോകുന്നില്ല എന്നും MV ഗോവിന്ദൻ കോഴിക്കോട് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്തുള്ള 10 കൊല്ലത്തേക്ക് മാത്രമല്ല, ഒരു 10 കൊല്ലം കൂടി പിന്നോട്ടേക്ക് പോയി ആവശ്യമായ അന്വേഷണം നടത്തണം എന്നുകൂടി വന്നപ്പോൾ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ ആ വലയത്തിൽ വരികയാണ്. ഈ വാഹനം എന്ന അടിസ്ഥാനത്തിലാണ് തന്ത്രിക്ക് കൈപ്പറ്റാനായത് എന്നുള്ളത് ബോധ്യമാണ്. UDFന്റെ കൺവീനർ ഉൾപ്പെടെ ആന്റണി എന്ന MP, KR ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ എങ്ങനെയാണ് ഏറ്റവും സുരക്ഷാ വലയത്തിൽ ജീവിക്കുന്ന സോണിയാഗാന്ധിയെ കണ്ടത് എന്നതും ഒരു പ്രാവശ്യമല്ല, അതിൽ കൂടുതൽ പ്രാവശ്യം. അടൂർ പ്രകാശ് ഈ വലിയ പെരുങ്കള്ളന്മാരുമായിട്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ വിവിധ മേഖലയിൽ സന്ധിക്കുകയും സമ്മാനങ്ങൾ വാങ്ങുകയും ചെയ്തു എന്നുള്ള വിവരം പുറത്തു വന്നു. ശബരിമല വിഷയത്തിൽ ഭരണപ്രതിപക്ഷങ്ങളുടെ ഒത്തുകളിക്കെതിരെ പൂർണ്ണമായും പോരാടുമെന്ന് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. വിഷയത്തിൽ നീതി ഉറപ്പാക്കുമെന്നും നിതിൻ നബീൻ പറഞ്ഞു. കാലടി ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ സംഘടനാ പരിപാടികളിൽ പങ്കെടുക്കാൻ ഇന്നലെയാണ് നിതിൻ നബീൻ കൊച്ചിയിൽ എത്തിയത്. കേരളത്തെ സുരക്ഷിതവും വികസിതവുമാക്കി മാറ്റുന്നതിനായി തങ്ങൾ മുന്നോട്ടു പോകുമെന്നായിരുന്നു നിതിൻ നബീന്റെ പ്രതികരണം. ശബരിമല വിഷയത്തിൽ ഭരണപ്രതിപക്ഷങ്ങൾ ഒത്തുകളിക്കുകയാണ്. ഇതിനെതിരെ പൂർണ്ണമായും പോരാടുമെന്നും നീതി ഉറപ്പാക്കുമെന്നും BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പറഞ്ഞു. केरल को सुरक्षित प्रदेश, विकसित प्रदेश बनाने में हम आगे बढ़ेंगे और सबरीमाला पर जिस प्रकार से यहाँ के सत्ता और विपक्ष खेल खेल रहा है, हम पूरी तरह से उसके लिए लड़ाई लड़ेंगे और जस्टिस लेकर रहेंगे. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനെത്തിയ BJP ദേശീയ അധ്യക്ഷൻ ഇന്നലെ കൊച്ചിയിൽ നടന്ന BJP കോർ കമ്മിറ്റിയിലും NDA നേതൃയോഗത്തിലും പങ്കെടുത്തിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള മുന്നൊരുക്കങ്ങളാണ് യോഗത്തിൽ പ്രധാനമായും ചർച്ചയായത്.
സ്ഥാനാർത്ഥിയായി പരിഗണനയിലുള്ള നേതാക്കളോടെല്ലാം 3 നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് ദേശീയ അധ്യക്ഷന്റെ നിർദ്ദേശം. പാർട്ടി പറയുന്നിടത്ത് മത്സരിക്കേണ്ടി വരും. ഉത്തരേന്ത്യൻ മോഡലിൽ ജനങ്ങളോട് കൂടുതൽ അടുക്കണമെന്നും കേരളത്തിലെ പാർട്ടി നേതാക്കൾക്ക് നിതിൻ നബീൻ ഇന്നലത്തെ യോഗത്തിൽ നിർദ്ദേശം നൽകി. അമൃത ന്യൂസ്, കൊച്ചി. ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിക്കുന്ന പ്രതിപക്ഷ നേതാവ് വർഗീയ ശക്തികളുമായി കൂട്ടുചേരുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം പിന്തുടരുന്ന രീതിയിലേക്ക് മുസ്ലിം ലീഗ് മാറിയെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. MV ഗോവിന്ദൻ വർഗീയത പഠിപ്പിക്കാൻ വരേണ്ട എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരിച്ചടിച്ചു. 42 കൊല്ലം CPMന് ജമാഅത്തി വർഗീയവാദികളല്ലായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ CPM ഒപ്പം കൂട്ടിയതല്ലേ എന്നും VD സതീശൻ ചോദിച്ചു. ഈ മതരാഷ്ട്രവാദികളുമായിട്ട് ചേർന്ന കോൺഗ്രസിൻ്റെ UDFൻ്റെ അവരുടെ രാഷ്ട്രീയ നിലപാട് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയും കുഴപ്പവും അവരിലുണ്ടാക്കും. ഒരു സംശയവും എനിക്കില്ല. ഞാനത് ആദ്യം പറഞ്ഞത് പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ്. ആ പ്രത്യാഘാതത്തിൻ്റെ ഏറ്റവും വലിയ ആഴം മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. ലീഗ് തീവ്രവാദ സ്വഭാവം കാണിച്ചില്ല എന്ന് പറഞ്ഞ് ലീഗുമായി പിണങ്ങിപ്പോയ ആളുകളെ എടുത്ത് കക്ഷത്തിൽ വെച്ചിട്ടാണ് ഇവർ നമ്മളെ വർഗീയത പഠിപ്പിക്കാൻ വന്നത്. ഇങ്ങോട്ട് വർഗീയത പഠിപ്പിക്കാൻ പറഞ്ഞത് ഇരട്ടത്താപ്പാണ്. CPMന് ഇരട്ടത്താപ്പാണ്. പാർലമെന്റ് വരെ ന്യൂനപക്ഷ പ്രീണനം, പാർലമെന്റ് കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷ പ്രീണനം, രണ്ടു കൂട്ടരും ഇല്ലാതായി. ഇപ്പൊ മൊത്തം കൺഫ്യൂഷനാണ്. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ തൃശൂർ കാളത്തോട് 164 നമ്പർ ബൂത്തിൽ ചുവരെഴുതിയാണ് പ്രചാരണത്തിന് ഔദ്യോഗിക തുടക്കമായത്. തുടർന്ന് കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിലും ദേശീയ അധ്യക്ഷൻ പങ്കെടുത്തു. ദേശീയ അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം ആദ്യമായി തൃശൂരിലെത്തിയ നിതിൻ നബീന് ആവേശോജ്വല സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത്. തുടർന്ന് തൃശൂർ കാളത്തോട് 164 നമ്പർ ബൂത്തിൽ ചുവരെഴുതി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രചരണത്തിന് നിതിൻ നബീൻ തുടക്കം കുറിച്ചു. തുടർന്ന് നടന്ന പരിപാടിയിൽ വികസിത കേരളവും കേന്ദ്ര ബജറ്റും എന്ന വിഷയത്തിൽ പൗരപ്രമുഖരുമായി നടന്ന ചർച്ചയിലും നബീൻ പങ്കെടുത്തു. ഭാവിയിൽ ഒരു സിലിക്കൺ വാലിയായി കേരളത്തെ മാറ്റണമെന്നും അതിന് BJP പ്രതിജ്ഞാബദ്ധരാണെന്നും ചർച്ചയിൽ പങ്കെടുത്ത നബീൻ വ്യക്തമാക്കി. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ശോഭ സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് S സുരേഷ്, സംസ്ഥാന സെക്രട്ടറി MV ഗോപകുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ തുടങ്ങി നിരവധി നേതാക്കൾ ദേശീയ അധ്യക്ഷനൊപ്പമുണ്ടായിരുന്നു. അമൃത ന്യൂസ്, തൃശൂർ. പത്തനംതിട്ട തിരുവല്ല നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ NM രാജുവിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ടെന്ന് പത്തനംതിട്ട MP ആന്റോ ആന്റണി. തിരഞ്ഞെടുപ്പ് സമയത്തെല്ലാം ആളുകൾ തന്നെ സഹായിക്കാറുണ്ട്. NM രാജു തന്നെ സഹായിച്ചതാണ്. തിരഞ്ഞെടുപ്പിന് ശേഷം 2 മാസം കഴിഞ്ഞ് പണം തിരികെ കൊടുത്തു. തിരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ പണം സഹായമാണ് എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ രാജുവിന്റെ മകൾ വീട്ടിൽ വന്ന പണം തിരികെ വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. രാജു UDFന്റെ ഭാഗമായിരുന്നപ്പോഴാണ് തന്നെ തിരഞ്ഞെടുപ്പ് സമയത്ത് സഹായിച്ചത്. ഇപ്പോൾ LDFന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് തനിക്കെതിരെ ഇത്തരം ആരോപണം ഇപ്പോൾ കുത്തിപ്പൊക്കിക്കൊണ്ടു വരുന്നതെന്നും വിഷയത്തെ നിയമപരമായി നേരിടുമെന്നും ആന്റോ പറഞ്ഞു. അല്ല, എൻ്റെ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ എന്നെ ആളുകൾ സഹായിക്കാറുണ്ട്. അത് ഞാൻ മത്സരിച്ച ആദ്യത്തെ തെരഞ്ഞെടുപ്പ് മുതൽ, ഞാൻ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കോട്ടയത്ത് മത്സരിച്ച് പരാജയപ്പെടുകയത്. പിന്നീട് തുടർച്ചയായി 4 തെരഞ്ഞെടുപ്പ്, 5 തെരഞ്ഞെടുപ്പിലും എന്നെ പൊതുസമൂഹത്തിൽ നിന്നുള്ള ആളുകൾ സഹായിച്ചിട്ടുണ്ട്. അല്ലാതെ എൻ്റെ സ്വന്തമായിട്ട് പണമൊന്നുമില്ല. അപ്പം ആളുകൾ സഹായിക്കും. അതുകൊണ്ടാണ് ഇലക്ഷൻ പ്രചരണങ്ങളൊക്കെ നടന്നു പോകാറുള്ളത്. അതുകൊണ്ട് ഈ പറഞ്ഞ 2019 തെരഞ്ഞെടുപ്പ് നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാം അതിന് സാക്ഷിയാണ്. ഇവിടെ കോടാനുകോടി ഉറുപ്പികയുടെ കള്ളപ്പണം 2 മുന്നണികളായിട്ട് ഇവിടെ ഒഴുകുകയാണ്. എനിക്ക് ഇലക്ഷൻ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം എന്റെ ഇലക്ഷൻ പലപ്പോഴും നിന്നുപോയെന്ന് പോലും തോന്നി. കാരണം 2 ഭരണത്തിലിരിക്കുന്ന 2 മുന്നണി ഒഴുക്കുന്ന കോടി എത്രയാണെന്നുള്ളത് നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. പത്തനംതിട്ട തിരുവല്ലയിൽ സ്പാ സെന്ററിലെ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിന് പിന്നിൽ കൊട്ടേഷനാണെന്ന ആരോപണവുമായി സ്പാ ഉടമ സഞ്ജയ്. കൊട്ടേഷൻ നൽകിയത് തിരുവല്ലയിലെ മറ്റൊരു സ്പാ ഉടമയാണെന്നും തന്റെ ബിസിനസ് തകർക്കുകയായിരുന്നു ലക്ഷ്യമെന്നും സ്പാ ഉടമ പറയുന്നു. നടന്നത് കൊട്ടേഷനും ഗുണ്ടാപിരിവുമാണെന്നും കഴുത്തിൽ കത്തിവെച്ചാണ് ക്രൂരപീഡനത്തിന് ഇരയാക്കിയതെന്നും പീഡനത്തിനിരയായതെന്നും യുവതി
വെളിപ്പെടുത്തുന്നു. തന്നെയും സ്പായിലെത്തിയ കസ്റ്റമറെയും നഗ്നമായി കിടത്തി വീഡിയോ എടുത്തു. സ്പായിലെ മറ്റൊരു ജീവനക്കാരി ബലാത്സംഗത്തിന് ഒത്താശ ചെയ്തുവെന്നും യുവതി ആരോപിച്ചു. തിരുവല്ല സ്പാ കൂട്ടബലാത്സംഗ കേസിൽ പോലീസുകാർക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയാൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് പത്തനംതിട്ട SP R ആനന്ദ്. സംഭവത്തെക്കുറിച്ച് പരാതി ലഭിച്ചിരുന്നില്ല എന്നും രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയതെന്നും ഇരയ്ക്ക് പോലീസിൽ നിന്നും എല്ലാ സഹായവും നൽകുമെന്നും SP അറിയിച്ചു. തിരുവല്ല DYSP സ്പാ ഉടമയിൽ നിന്നും മൊഴിയെടുത്തിട്ടുണ്ട്. അതിൽ അന്വേഷണമുണ്ടാകും. സെന്ററിലെ മറ്റൊരു ജീവനക്കാരിക്കെതിരായ ആരോപണത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും ജില്ലാ പോലീസ് മേധാവി വിശദീകരിച്ചു. ഈ കേസിൽ ആദ്യം പോലീസിന് ഈ കേസിൽ പരാതി ലഭിച്ചിട്ടില്ല. അപ്പോൾ കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സോമോട്ടായിട്ട് അവിടെ SHO തിരുവല്ല SHO അവിടെ ചെന്നിട്ട് മൊഴി രേഖപ്പെടുത്തി അവിടെ വീട്ടിന് വേണ്ടിയുള്ള സഹായങ്ങൾ സപ്പോർട്ട് അവർക്കുള്ള ധൈര്യമെല്ലാം കൊടുത്തും മൊഴി രേഖപ്പെടുത്തിയതാണ്. മൊഴി രേഖപ്പെടുത്തി അങ്ങനെ ഒരു പ്രൊആക്റ്റീവായിട്ട് കേസെടുത്ത് FIR എടുത്ത് പ്രതികൾ അറസ്റ്റ് ചെയ്തതാണ്. മണിയൻപിള്ള രാജു പ്രതിയായ വാഹന അപകടക്കേസിൽ മ്യൂസിയം SHOയുടെ മൊഴിയെടുത്തു. തിരുവനന്തപുരം DCP വിനോദാണ് മൊഴിയെടുത്തത്. മണിയൻപിള്ള രാജുവിനെ തള്ളി മ്യൂസിയം SHO മൊഴി നൽകിയിട്ടുണ്ട്. അപകട വിവരം പോലീസിൽ വിളിച്ചു പറഞ്ഞു എന്ന രാജുവിന്റെ വാദം കള്ളമാണെന്നും ഒരു കോള് പോലും രാജു സ്റ്റേഷനിലേക്ക് ചെയ്തിട്ടില്ല എന്നും GD ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ടില്ലെന്നും SHO മൊഴി നൽകി. ചോദ്യം ചെയ്തപ്പോഴാണ് കാർ എവിടെ ഇട്ടത് എന്നത് മനസ്സിലായതെന്നും SHO പറഞ്ഞു. മുംബൈ കോർപ്പറേഷനിൽ BJPയുടെ ഋതു താവ്ഡെ മേയർ സ്ഥാനാർത്ഥി. ശിവസേന ഏകനാഥ് ഷിൻഡെ വിഭാഗത്തിന്റെ സഞ്ജയ് ശങ്കർ ഖാഡി ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കും. ഈ മാസം 11 തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിക്കും. മികച്ച ഭൂരിപക്ഷമുള്ളതിനാൽ ഇരുവരും വിജയം ഉറപ്പിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ രൂപീകരിച്ചതിനു ശേഷം 40 വർഷമായി ഭരിക്കുന്ന ശിവസേനയുടെ ഭരണത്തിന് അറുതി വരുത്തിക്കൊണ്ട് ആദ്യമായി BMCയിൽ ഒരു BJP മേയർ അധികാരത്തിൽ എത്തുക. രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ കോർപ്പറേഷനായ BMCയിലെ 227 അംഗ കൗൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 89 സീറ്റുകൾ പിടിച്ചാണ് BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത്. ജലമാഫിയയ്ക്കെതിരെ ഹുണ്ട മോർച്ച സംഘടിപ്പിച്ച വിജയം നേടിയതോടെ ഋതു താവ്ഡെ ശ്രദ്ധേയമായി. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ കോൺഗ്രസും CPMഉം ഒന്നിച്ചുള്ള കുറുവാ സംഘമെന്ന് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് V മനു പ്രസാദ്. കേസിൽ കോൺഗ്രസും കൃത്യമായി പ്രതിക്കൂട്ടിലുണ്ട്. ഇരു മുന്നണികളും ശബരിമലയെ കറുവപ്പശുവായി കണ്ടു. എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം സോണിയാഗാന്ധിയെ കണ്ടത് എന്നതിനെക്കുറിച്ച് അടൂർ പ്രകാശ് ഒരക്ഷരവും ഇപ്പോഴും മിണ്ടുന്നില്ല. VD സതീഷനും ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നു. കോൺഗ്രസ് സ്വർണ്ണക്കൊള്ളയിൽ നിന്നും രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. പോറ്റി സോണിയാഗാന്ധിയുമായി ഉണ്ടാക്കിയ ഡീൽ എന്തെന്നും കോൺഗ്രസ് വ്യക്തമാക്കണമെന്നും വേണ്ടിവന്നാൽ സോണിയാഗാന്ധിയുടെ ഡൽഹിയിലെ വസതിയിലേക്ക് മാർച്ച് നടത്തുമെന്നും മനു പ്രസാദ് പറഞ്ഞു. ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ശബരിമല എന്ന് പറയുന്ന സ്വർണ്ണക്കൊള്ള വിഷയം വളരെ വ്യാപകമായി സമൂഹത്തിൽ ചർച്ചയാവുകയും പ്രതിദിനം എന്നോണം നിരന്തരമായ സംഭവങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തുടക്കഘട്ടത്തിൽ CPMന്റെ ഏതെങ്കിലും ഒരു സ്വർണ്ണക്കൊള്ള എന്ന നിലയിലാണ് ഇത് വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നത്. പക്ഷേ അന്നേ മുതൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെച്ചത് ഇത് CPM മാത്രമല്ല, ഈ കൊള്ളയ്ക്ക് പുറകിൽ കോൺഗ്രസ് കൂടി കൂട്ടുചേർന്ന ഒരു കുറുവാ സംഘമാണ് ശബരിമലയെ കട്ടത് എന്ന മുന്നേറ്റുള്ള ഒരു ആവശ്യമാണ് അല്ലെങ്കിൽ ഒരു വിഷയമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. അന്ന് ഞങ്ങളെ ആക്ഷേപിക്കുന്ന തരത്തിൽ BJP വെച്ച ആരോപണം ശരിയല്ല, അത് BJP തെറ്റായ വസ്തുതാവിരുദ്ധമായ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുവെന്നാണ് മറ്റ് കോൺഗ്രസ് ആയാലും അതുപോലെ തന്നെ CPMഉം അവരെ സഹായിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി. പക്ഷേ ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ ഓരോന്നും പരിശോധിച്ചാൽ നമുക്കറിയാൻ സാധിക്കുന്നത് കോൺഗ്രസ് കൃത്യമായി ഇതിൽ പ്രതിക്കൂട്ടിലുണ്ട് എന്നുള്ളതാണ്. SIT അന്വേഷണ സംഘം ചത്തുവെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി. UDF LDF സംഘം അതിനെ കൊന്നു. എന്തിനാണോ SIT രൂപീകരിച്ചത് അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. ഒരു കേന്ദ്ര അന്വേഷണവും വേണമെന്നാണ് ഞങ്ങൾ അന്നും ഇന്നും ആവശ്യപ്പെടുന്നത്. കോൺഗ്രസിന്റെ നേതാക്കളെ നിയമത്തിന്റെ മുന്നിലെത്തിക്കാനാകുമോ എന്ന് സംശയമാണെന്നും അനൂപ് ആന്റണി തൃശൂരിൽ പറഞ്ഞു. SITയുടെ ഇപ്പോഴത്തെ അന്വേഷണത്തിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 വാചകത്തിൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കും. ശബരിമല SIT ചത്തു, UDF LDF കുറുവാ സംഘം അതിനെ കൊന്നു. ഇതാണ് വാസ്തവം. കാരണം ഈ SIT എന്തിനു വേണ്ടിയിട്ടാണോ ഈ SIT രൂപീകരിച്ചത് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർണ്ണമാക്കുന്നതിൽ ഈ SITക്ക് യാതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിലെ പ്രതികളെല്ലാവരും ബെയിൽ വാങ്ങി പുറത്തിറങ്ങുന്നതിൽ നിന്ന് കൃത്യമായി വ്യക്തമാവുന്നു. നിപ്പ രോഗിയെ പരിചരിക്കുന്നതിനിടെ രോഗം ബാധിച്ച് 2.5 വർഷത്തിലധികമായി പൂർണ്ണമായും കിടപ്പിലായ ടിറ്റോയെ സന്ദർശിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ്. ടിറ്റോയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നും സർക്കാർ എല്ലാ പിന്തുണയുമായി ടിറ്റോയുടെ കുടുംബത്തിനൊപ്പം ഉണ്ടാകുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അമൃത ന്യൂസിനോട് പറഞ്ഞു.
നിപ്പ ബാധിച്ച് 2023 ഓഗസ്റ്റ് 30 ഇക്ര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രോഗിയെ പരിചരിക്കവെയാണ് ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സായിരുന്ന ടിറ്റോ തോമസിന് നിപ്പ പിടിപെടുന്നത്. രോഗമുക്തി നേടി ടിറ്റോ വീണ്ടും ജോലിയിൽ പ്രവേശിച്ചെങ്കിലും 2023 ഡിസംബറിൽ ശക്തമായ തലവേദന അനുഭവപ്പെട്ടു. തുടർന്ന് ആരോഗ്യനില മോശമായി. ചികിത്സ തുടരവെ ഡിസംബർ 8 മുതൽ ടിറ്റോ കോമയിലായി. 2 വർഷത്തോളം ടിറ്റോയെ ഇക്ര ആശുപത്രിയിൽ തന്നെയാണ് കിടത്തി ചികിത്സിപ്പിച്ചത്. നിപ്പ എൻസെഫലൈറ്റിസ് രോഗബാധയേറ്റ് അബോധാവസ്ഥയിലാകുന്ന അപൂർവ രോഗാവസ്ഥയായിരുന്നു. ടിറ്റോയ്ക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 17 ലക്ഷം രൂപ ധനസഹായം നൽകിയിരുന്നു. ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വിവരങ്ങൾ അറിയുന്നതിന് ആരോഗ്യമന്ത്രി നേരിട്ടെത്തുകയായിരുന്നു. പ്രോട്ടോകോൾ പ്രകാരമുള്ള ക്വാറന്റൈനിലായിരിക്കുമ്പോൾ ടിറ്റോയെ ഫോണിൽ വിളിക്കുകയും സംസാരിക്കുകയും വളരെ ആക്റ്റീവായിരുന്നു ടിറ്റോ. അതുമാത്രമല്ല, അതിനു മുൻപും ടിറ്റോയെക്കുറിച്ച് എല്ലാവരും വളരെ നല്ല അഭിപ്രായങ്ങളാണ്. വളരെ സ്മാർട്ടായിട്ടുള്ളൊരു ആരോഗ്യ പ്രവർത്തകനായിരുന്നു ടിറ്റോ. പക്ഷേ ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നുള്ളത് ആശ്വാസമുള്ളൊരു കാര്യമാണ്. ടിറ്റോ എഴുന്നേറ്റ് വരട്ടെ, നമ്മളൊക്കെ അത് പ്രതീക്ഷിക്കുന്നു. രോഗബാധിതനാകുമ്പോൾ 24 വയസ്സ് മാത്രമായിരുന്നു ടിറ്റോയുടെ പ്രായം. മകന്റെ ആരോഗ്യ പുരോഗതി അന്വേഷിക്കാൻ മന്ത്രി നേരിട്ടെത്തിയ സന്തോഷം കുടുംബവും പങ്കുവെച്ചു. ആരോഗ്യമന്ത്രി വന്ന് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത്. ഒരു പേഷ്യൻ്റായി കിടക്കുന്ന ഒരു കുഞ്ഞിനെ കാണാൻ വേണ്ടി തോന്നുന്നത് ഭയങ്കര സന്തോഷം. ഇതിന് മുമ്പേ അവന് നിപ്പ വന്ന സമയത്തും വീഡിയോ കോളിൽ കൂടി അവന് സംസാരിച്ചു. അവൻ നമ്മളോട് വീട്ടിൽ വിളിച്ച് പറയുകയൊക്കെ ചെയ്തു. വീഡിയോ കാണിച്ചപ്പോൾ ഇങ്ങനെ മകളെ വിളിച്ചു, എന്നെ വിളിച്ചു എന്ന് സംസാരിച്ചു എന്ന്. ഇക്ര ആശുപത്രി തന്നെയാണ് ടിറ്റോയുടെ തുടർ ചികിത്സ ഉറപ്പാക്കുന്നത്. അതേസമയം എല്ലാവിധ പിന്തുണയും നൽകി ടിറ്റോയുടെ കുടുംബത്തിനൊപ്പം സർക്കാർ ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകിയാണ് ആരോഗ്യമന്ത്രി മടങ്ങിയത്. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. പ്രമുഖ വ്യവസായി ഡോക്ടർ ബി രവി പിള്ളയുടെ നേതൃത്വത്തിലുള്ള രവി പിള്ള ഫൗണ്ടേഷൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പഠന മികവുള്ള വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയ ഡോക്ടർ രവി പിള്ള അക്കാദമിക് എക്സലൻസ് സ്കോളർഷിപ്പ് വിതരണോദ്ഘാടനം ഫെബ്രുവരി 11 നടക്കും. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം 3:30 നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യും. മന്ത്രിമാർ, MLA മാർ, RP ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ബി രവി പിള്ള എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. പ്രവാസി ക്ഷേമ പ്രവർത്തനങ്ങൾക്കായുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സുമായി സഹകരിച്ചാണ് RP ഫൗണ്ടേഷൻ പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ വർഷം 10 കോടി രൂപയാണ് 1500 വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സഹായത്തിനായി വിതരണം ചെയ്യുന്നത്. കോഴിക്കോട് നഗരത്തിൽ വീണ്ടും വൻ ലഹരിവേട്ട. 25 ഗ്രാം MDMA-യുമായി 4 യുവാക്കൾ പിടിയിൽ. ബട്ട് റോഡ് ബീച്ച് സ്വദേശി റോബർട്ട് ജെയിംസ്, നടുവണ്ണൂർ സ്വദേശി മുഹമ്മദ് റിസ്വാൻ, കല്ലായി സ്വദേശി ഹരീഷ്, പയ്യനാക്കൽ സ്വദേശി നാസിം എന്നിവരാണ് പിടിയിലായത്. എരഞ്ഞിപ്പാലത്തെ സ്വകാര്യ ലോഡ്ജിൽ നിന്നുമാണ് ഇവരെ പിടികൂടിയത്. വ്യാപാര സ്ഥാപനത്തിൽ അലങ്കാര ലൈറ്റ് ഇടുന്നതിനിടെ യുവാവിന് വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റു. കോട്ടയം മുണ്ടക്കയത്ത് ഇന്ന് രാവിലെയായിരുന്നു സംഭവം. മടുക്കാപുത്തംപുരയ്ക്കൽ അജിത്തിനാണ് ഷോക്കേറ്റത്. മുണ്ടക്കയം കുട്ടിക്കൽ ജംഗ്ഷനിലുള്ള കെട്ടിടത്തിന്റെ 2ാം നിലയിൽ അലങ്കാര ലൈറ്റ് തൂക്കുന്നതിനിടെ KSEBയുടെ ഹൈ ടെൻഷൻ ലൈറ്റിൽ നിന്നും ഷോക്കേറ്റ അജിത്ത് റോഡിലേക്ക് വീഴുകയായിരുന്നു. സാരമായി പൊള്ളലേറ്റ അജിത്തിനെ മുണ്ടക്കയത്ത് സർക്കാർ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ കയ്യാങ്കളി. മേയറെ ഇടതുപക്ഷ കൗൺസിലർമാർ ഉപരോധിച്ചു. 13 കൗൺസിലർമാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരെ പിന്നീട് വിട്ടയച്ചു. കൗൺസിലർമാരുടെ ഇരിപ്പിടത്തെ ചൊല്ലിയായിരുന്നു തർക്കം. തിരുവനന്തപുരം വെമ്പായത്ത് വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു, 4 പേർക്ക് പരിക്ക്. വെമ്പായം കൊപ്പത്താണ് അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട KSRTC ബസ് കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. മലപ്പുറം ജില്ല വിഭജിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്ന് സംസ്ഥാന സമ്മേളനത്തിൽ പ്രമേയം. 45 ലക്ഷത്തിലധികം ജനങ്ങളുള്ള മലപ്പുറത്ത് പുതിയ ജില്ലാ രൂപീകരണം അത്യന്താപേക്ഷിതമെന്നും ശാസ്ത്രീയ പഠനങ്ങൾ നടത്തി ജില്ലാ പുനർനിർണയം നടത്തണമെന്നും സമസ്ത ആവശ്യപ്പെടുന്നു. കാസർഗോഡ് നടക്കുന്ന സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തിലാണ് മലപ്പുറം ജില്ല വിഭജിക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചത്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയും പ്രമേയം ഉണ്ടായി. രാഷ്ട്രീയ ഇസ്ലാം എന്നത് അപകടകരമായ ആശയമെന്നും മൗദൂദി ചിന്ത യുവാക്കളെ വഴിതെറ്റിക്കുമെന്നും സമസ്ത പ്രമേയത്തിൽ പറയുന്നു. പാൻ ഇസ്ലാമിക് തീവ്ര ചിന്തയ്ക്കെതിരെ ജാഗ്രത വേണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നു. കേരളത്തിലെ ആരോഗ്യമേഖലയുടെ കരുത്ത് ഈ രംഗത്തെ കൂട്ടായ പ്രവർത്തനങ്ങളാണെന്ന് മന്ത്രി വീണ ജോർജ്. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, ദന്തൽ കോളേജ്, കോളേജ് ഓഫ് നഴ്സിംഗ് എന്നിവിടങ്ങളിൽ
പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷനായിരുന്നു. സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണത്തിന് പിന്നാലെ ശബരിമലയിലെ കൂടുതൽ ക്രമക്കേടുകളിൽ ED പിടിമുറുക്കുന്നു. സന്നിധാനത്തെ ആടിയ ശിഷ്ടം നെയ് വിൽപ്പന നടത്തിയതിലെ ക്രമക്കേടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിന് തയ്യാറെടുക്കുന്നു. ക്രമക്കേടിന്റെ വിവരങ്ങൾ ED ഉദ്യോഗസ്ഥർ ശേഖരിച്ചു. സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അടുത്തയാഴ്ച ചോദ്യം ചെയ്യാനായി വിളിച്ചുവരുത്തും. സന്നിധാനത്ത് ദർശനത്തിനെത്തുന്ന ഭക്തരിൽ ഭൂരിഭാഗവും ആടിയ ശിഷ്ടം നെയ്യുമായാണ് മടങ്ങുന്നത്. ഒരു പാക്കറ്റ് നെയ്ക്ക് 100 രൂപയാണ് ദേവസ്വം ബോർഡ് ഈടാക്കുന്നത്. ഇത്തരത്തിൽ വിൽപ്പന നടത്തിയ നെയ്യുടെ കണക്കുകളിൽ വലിയ ക്രമക്കേടാണ് കഴിഞ്ഞ വർഷം അവസാനം കണ്ടെത്തിയത്. ദേവസ്വം വിജിലൻസ് നടത്തിയ പരിശോധനയിൽ 36,24,000 രൂപയുടെ ക്രമക്കേടുണ്ടെന്നാണ് പ്രാഥമികമായി കണ്ടെത്തിയത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സംസ്ഥാന വിജിലൻസ് ക്രമക്കേടിൽ വിശദമായ അന്വേഷണം നടത്തുകയാണ്. കേസിലുൾപ്പെട്ട മുൻ കീഴ്ശാന്തി സുനിൽകുമാർ പോറ്റിയെ വിജിലൻസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് ഈ കേസ് കൂടി തങ്ങളുടെ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീക്കം തുടങ്ങിയിരിക്കുന്നത്. ആടിയ ശിഷ്ടം നെയ്യുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും ED ഉദ്യോഗസ്ഥർ ശേഖരിച്ചു കഴിഞ്ഞു. ശബരിമലയിലെ സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ചുള്ള മുഴുവൻ രേഖകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമായി പരിശോധിച്ചു വരികയാണ്. മറ്റു കേസുകളും പരിശോധിക്കുന്നുണ്ട്. കേവലം സ്വർണ്ണക്കൊള്ളയിൽ മാത്രം കേന്ദ്രീകരിക്കാനല്ല ED ഉദ്ദേശിക്കുന്നതെന്ന് ഇതിലൂടെ വ്യക്തമാണ്. സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അടുത്തയാഴ്ച ED ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യും. മറ്റു പ്രതികളെ ചോദ്യം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളും ED ആരംഭിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. തിരുവനന്തപുരം ബാലരാമപുരത്ത് വീട്ടമ്മയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ബാലരാമപുരം സ്വദേശി ശോഭനയാണ് മരിച്ചത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ശബരി റെയിൽപാത യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടുക്കിക്കാർ ഉൾപ്പെടെയുള്ളവർ. എന്നേക്കുമായി മുടങ്ങുമെന്ന് കരുതിയ പദ്ധതിക്ക് കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ പണം അനുവദിച്ചതോടെയാണ് പുതുജീവനാകുന്നത്. ഇടുക്കിയിൽ ആദ്യമായി ട്രെയിനിന്റെ ചൂളം വിളി ഉയരുമെന്ന പ്രത്യേകതയും പദ്ധതിക്ക് ഉണ്ട്. മധ്യ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റേണ്ട പദ്ധതി. 14 സ്റ്റേഷനുകളിലായി 111 കിലോമീറ്റർ ദൂരം. 1998 വിഭാവന ചെയ്തെങ്കിലും ഇന്നും ശബരി പാത ട്രാക്കിലായിട്ടില്ല. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പങ്കാളികളായാണ് പദ്ധതി നടപ്പിലാക്കേണ്ടത്. പലതവണ മാറിവന്ന സർക്കാരുകൾ പണം വകയിരുത്തിയെങ്കിലും പദ്ധതി തുടങ്ങിയെടുത്തു തന്നെ നിൽക്കുന്ന അവസ്ഥയിലാണ്. എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലായി 313 ഹെക്ടർ സ്ഥലമാണ് ഏറ്റെടുക്കേണ്ടി വരിക. ഇല്ലെങ്കിലും അത് വന്നു പോയാൽ കുറെ പേർ എന്നേക്കാളും കഷ്ടമായിട്ട് അനുഭവിക്കുന്നത് നൂറുകണക്കിന് ആൾക്കാർ അങ്ങോട്ടുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റാതെ ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് എന്തെങ്കിലും ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നോക്കിയിട്ട് 30 വർഷമായി. എന്തെങ്കിലും മക്കൾക്കൊന്നും കൊടുക്കാതെ ഒരു രക്ഷയില്ല. ഒരാൾ വരയിപ്പിക്കും, ഒരാൾ പുതുക്കും, ഒരാൾ വരയിപ്പിക്കും, ഒരാൾ പുതുക്കും. പലയിടങ്ങളിലും സദേൺ റെയിൽവേ ഇതിനോടകം സർവേക്കല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 2800 കുടുംബങ്ങൾ നഷ്ടപരിഹാരം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷം 28ആയി. ഇത് കിഫ്ബിയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഫ്ബിയുടെ ധനസഹായത്തോടെ സംസ്ഥാന ഗവൺമെന്റ് ഈ ശബരി റെയിൽപാതയുടെ പണി, ശബരി റെയിൽപാത പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു പൂർത്തീകരണം എത്രയും പെട്ടെന്ന് നടപ്പാകട്ടെ. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിലും വാഴക്കുളവും കടന്ന് ഇടുക്കിയിലെ തൊടുപുഴ കരിങ്കുന്നം വഴിയാണ് കോട്ടയത്തെ രാമപുരത്തേക്ക് നിർദ്ദിഷ്ട പാത കടക്കുക. അങ്കമാലി മുതൽ തൊടുപുഴ വരെ റെയിൽപാത നിർമ്മാണത്തിന് സാമൂഹ്യ ആഘാത പഠനവും ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. അമൃത ന്യൂസ്, ഇടുക്കി. കോർപ്പറേഷൻ മീറ്റിംഗിൽ പൊതുചർച്ചയിൽ ഉന്നയിച്ച വിഷയങ്ങളെ തുടർന്നാണ് ബഹളമുണ്ടായതെന്ന് തൃശൂർ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് KR ഹിരൺ. കോർപ്പറേഷൻ ഇലക്ട്രിസിറ്റി വിഭാഗത്തിലെയും ഡ്രൈവർമാരുടെയും അനധികൃത നിയമനവും പിരിച്ചുവിടലും സംബന്ധിച്ചാണ് പ്രശ്നമുണ്ടായത്. കോൺഗ്രസ്, BJP, LDF കൗൺസിലർമാർ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ നിയമനത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. ചർച്ചകൾക്ക് മറുപടി പറയേണ്ട മേയർ അടുത്ത നടപടിയിലേക്ക് കടക്കുന്ന സമീപനമാണ് ഉണ്ടായതെന്നും KR ഹിരൺ പറഞ്ഞു. 11 മണിക്ക് ആരംഭിച്ച കൗൺസിൽ യോഗമായിരുന്നു. അതിനുശേഷം ആദ്യം പൊതുചർച്ച ആരംഭിച്ചു. പൊതുചർച്ചയിൽ കോർപ്പറേഷനകത്തെ 2-3 വിഷയങ്ങൾ നമ്മൾ ഉന്നയിക്കേണ്ടായി. പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലേക്ക് ഒരു സ്ഥാപനത്തിനകത്ത്, സർക്കാർ സ്ഥാപനത്തിനകത്ത് നിയമനം നടത്തുമ്പോൾ അത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മുഖേനയാകണം എന്നുള്ളതാണ് സർക്കാർ ഉത്തരവ്. ആ സർക്കാർ ഉത്തരവ് അട്ടിമറിക്കുന്ന സമീപനമാണ് ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ടുള്ള കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
പുതിയ KPCC പ്രസിഡന്റിനായി ചർച്ചകൾ വേഗത്തിലാക്കി കോൺഗ്രസ്. ഫെബ്രുവരി 15-നുള്ളിൽ പ്രഖ്യാപനമുണ്ടാകും. കൊടിക്കുന്നിൽ സുരേഷിന് മുൻഗണന. ബെന്നി ബെഹന്നാന്റെയും ഷാഫി പറമ്പലിന്റെയും പേരുകൾ ചർച്ചയിലുണ്ട്. സണ്ണി ജോസഫ് തിരഞ്ഞെടുപ്പ് കളത്തിലിറങ്ങുന്നതിനാൽ പുതിയ അധ്യക്ഷന് താൽക്കാലിക ചുമതലയാണോ എന്നതിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്ന് പ്രഖ്യാപനം നടത്തണമെന്നാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒരാഴ്ചയ്ക്കുള്ളിൽ നടത്തും. പാലക്കാടും തൃപ്പൂണിത്തുറയും ഒഴികെ 19ഇടത്തും സിറ്റിംഗ് MLA-മാർ തന്നെ കളത്തിലിറങ്ങും. സണ്ണി ജോസഫ് മത്സരരംഗത്തിറങ്ങുന്നതിനാൽ പുതിയ KPCC അധ്യക്ഷനെ ഉടനെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. പല പേരുകൾ ഉയരുന്നുണ്ടെങ്കിലും കൊടിക്കുന്നിൽ സുരേഷിനാണ് മുൻഗണന. ബെന്നി ബെഹന്നാൻ, ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവരും പരിഗണനാ പട്ടികയിലാണ്. സാമുദായിക സമവാക്യങ്ങളും സീനിയോറിറ്റിയും കണക്കിലെടുത്താണ് കൊടിക്കുന്നിലിന്റെ പേരിന് മുൻതൂക്കം ലഭിക്കുന്നത്. ഫെബ്രുവരി 15-നകം പ്രഖ്യാപനം നടത്തും. അതേസമയം പുതിയ അധ്യക്ഷന് താൽക്കാലിക ചുമതലയാണോ പൂർണ്ണ ചുമതലയാണോ നൽകേണ്ടത് എന്നതിനെ ചൊല്ലി ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ സണ്ണി ജോസഫ് അധ്യക്ഷ പദവിയിൽ മടങ്ങിവരില്ല. ഭരണം പിടിക്കാനായില്ലെങ്കിൽ സണ്ണി ജോസഫിനെ അധ്യക്ഷ പദവിയിൽ തിരികെ എത്തേണ്ടി വരും. അപ്പോൾ താൽക്കാലിക പദവി ഒഴിയാൻ പുതിയ അധ്യക്ഷൻ തയ്യാറാകുമോ എന്നതുൾപ്പെടെയുള്ള ചർച്ചകളാണ് നടക്കുന്നത്. പൂർണ്ണ ചുമതല വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കൊടിക്കുന്നിൽ സുരേഷ്. ഇതിനിടെ പ്രതിപക്ഷ നേതാവിന്റെ യാത്ര ആരംഭിച്ചതിനാൽ മറ്റു കാര്യങ്ങൾക്കും വേഗത കൂട്ടി 2-3 ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്കും കോൺഗ്രസിന് കടക്കേണ്ടതുണ്ട്. ഫെബ്രുവരി അവസാനമോ മാർച്ച് ആദ്യവാരമോ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പ്രതീക്ഷിക്കുന്നതിനാൽ പ്രചാരണ ഗോതയിലിറങ്ങാൻ വൈകരുത് എന്നതാണ് UDF-ന്റെ പൊതുവായ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. 10ാമത് T20 ലോകകപ്പിന് ഇന്ന് തുടക്കം. ഇന്ത്യയുടെ ആദ്യ മത്സരം ഇന്ന് US-നെതിരെയാണ്. സന്നാഹ മത്സരത്തിനിടെ പരിക്കേറ്റ പേസ് ബോളർ ഹർഷിത് റാണയ്ക്ക് പകരം മുഹമ്മദ് സിറാജ് ടീമിലെത്തി. രാത്രി 7 മണി മുതൽ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം.